ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നലെ രാവിലെ ഞാൻ എണീറ്റത് എന്റെ വീടിനകത്തുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ രോദനം കേട്ടാണ്. രാവിലെ കുളിച്ച് ഞാൻ നേരെ പോയിട്ട് അമ്പലത്തിലേക്കായിരുന്നു. അമ്പലത്തിൽ എനിക്ക് ശംഖുകുത്തുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ കേട്ടത് അവിടെ ഉടുക്ക് കൂട്ടുന്ന ശബ്ദമായിരുന്നു. പിന്നീട് ഞാൻ കണ്ടത് അവിടെ ഒരു മൃദംഗ വിദ്വാൻ മൃദംഗം വായിക്കുന്ന ശബ്ദമായിരുന്നു. പിന്നീട് അവിടെ എനിക്കൊരു ചെണ്ടമേളം കേൾക്കാൻ അവസരമുണ്ടായി. പിന്നീട് ഞാൻ അമ്പലത്തിൽ നിന്ന് മടങ്ങി വന്നത് ഒരു കാളവണ്ടിയിലായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെ കാളവണ്ടിക്കാരൻ ഒരു മൂളിപ്പാട്ട് കൂടി പാടിയത്. ഞാനും കാളവണ്ടിക്കാരൻ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൂടെ കടന്നുപോയി. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ശബ്ദം കൂടി ഒരുമിച്ച് എനിക്ക് കേൾക്കാണ്ടായി. തിരികെ വീട്ടിലെത്തിയ ഞാൻ നേരെ പോയത് എന്റെ ലവ് ബേർഡ്സിന്റെ കൂട്ടിലേക്കായിരുന്നു. പിന്നീട് ഞാൻ പോയത് എന്റെ ആട്ടിൻകൂട്ടിലേക്കായിരുന്നു. അവിടുത്തെ മുട്ടനാട് എന്നോടായിട്ട് പറഞ്ഞു, പിന്നീട് ഞാൻ എന്റെ വീട്ടുമുറ്റ കോഴികളെ കണ്ടു. ആ കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അതെന്നെ വിളിച്ചറിയിച്ചു. പിന്നീട് ഞാൻ അകത്തെത്തിയപ്പോൾ TV ഓണാക്കി. അപ്പോൾ ഇന്ത്യ വിഷൻ. നമസ്കാരം, ഞാൻ നികേഷ് കുമാർ, വയസ്സ് 24, കല്യാണം കഴിച്ചിട്ടില്ല, 2 കുട്ടികളുടെ അച്ഛൻ. ഇപ്പോൾ ബീഹാറിലെ വെള്ളപ്പൊക്ക മേഖലയിൽ നിന്ന് നമ്മുടെ ആ പ്രതിനിധി ശ്രീ രാജേഷ് ലാലിനോട്, ആ രാജേഷ് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വല്ല പ്രതീകാത്മകത്തിന്റെ ഉത്ഭവമായി ഉണ്ടാകുന്ന അവിടുത്തെ അവസ്ഥ എന്താണ്, ജലനിരപ്പ് എവിടെ വരുത്തി? നികേഷ് കുമാർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിപ്പോൾ ബീഹാറിലെ വെള്ളപ്പൊക്ക മേഖലയിലാണ്. ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ, നിർത്താതെ പറയൂ. ഇപ്പോ വെള്ളം ഇതാ എന്റെ അരയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. പറയൂ, നിർത്താതെ പറയൂ, എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഇതാ എന്റെ കഴുത്ത് മുകളിൽ. ഇപ്പോൾ റിപ്പോർട്ട് തന്ന ലേഖകന്റെ ശവസംസ്കാരം നാളെ വീട്ടുവറപ്പിൽ. പിന്നീട് ഞാൻ കണ്ടത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പുനഃസംരക്ഷണമായിരുന്നു. മോളെ, സാരി മങ്ങിയില്ല. സാരി മങ്ങിയാലേ സംഗതി കാണത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇനി പാടുമ്പോ സാരി പൊക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. You are fantastic, was plastic, elastic and bombastic. പിന്നീട് ഞാൻ കണ്ടത് ഒരു ഫിലിം, അതായത് അവാർഡ് ഫെസ്റ്റിവൽ ആയിരുന്നു. അവിടെ കുറച്ച് ഗായകർ വന്ന് പാട്ടാടി. ആദ്യമായി വന്നത് ശ്രീ ജാനകി. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. പിന്നീട് ഞാൻ ചാനൽ മാറ്റിയപ്പോൾ ഒരു മിമിക്രി മത്സരം നടത്തുകയായിരുന്നു. ആ മിമിക്രി കലാകാരൻ ആദ്യമായി അനുകരിച്ചത് ശ്രീ ഇന്ദ്രജിത്തിനായിരുന്നു. എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറയടാ.
മീശ മതന്നല്ലേ, കൊള്ളാം, നല്ല സ്റ്റൈലിഷ് ഉണ്ട്. നാളെ നമ്മൾ കാണുമ്പോഴേ ആ മീശ കണ്ടേക്കരുത്, വടിച്ചിട്ട് നിൽക്കണം. പിന്നീട് ഞാൻ പോയത് ശ്രീ കടപ്പുറത്തേക്കായിരുന്നു. കടപ്പുറത്ത് നിന്നും ഒരു മരണക്കിണർ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അത് കാണാൻ പോയി. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എന്റെ ഒരു ദിവസം ധന്യമായി. നന്ദി, നമസ്കാരം. Judges, please note that was chess number 108. For the attention of all the students,